പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു സുപ്രഭാതം കൂടി ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന കർത്താവിൻ്റെ നാമത്തിന്, സർവശക്തനായ ദൈവത്തിന്, സൃഷ്ടിതാവായ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് ആരംഭിക്കാം. ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പൗലോസ് അപ്പോസ്തലന്റെ കൊരിന്ത്യ ലേഖനം നമുക്ക് നല്ല പരിചയമുണ്ട്. കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പം, പ്രത്യേകിച്ച് 2 കൊരിന്ത്യ ലേഖനം എഴുതുമ്പം നിത്യതയെക്കുറിച്ച് ഒരു പ്രത്യാശ കൊടുക്കുന്ന ഒരു ലേഖനമാണ്. മാത്രമല്ല, ലോകത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് ആ കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വചനം ഇങ്ങനെ പറയുന്നത്: ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാ എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരിലും ഏറ്റവും ബാക്കി നിൽക്കുക കൊള്ളില്ലാത്തവരാ. കാരണം ഈ ആയുസ്സിലെ പ്രത്യാശയല്ല നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ആ കൊരിന്ത്യ ലേഖനത്തിൽ ഓർപ്പിക്കുമ്പം ഈ ലോകത്തിലെ കഷ്ടം ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട്, ആ കഷ്ടങ്ങൾ ഉള്ളപ്പോൾ അത് ഒരു ചെറിയ നൈമിഷികമാണ്, അല്ലെങ്കിൽ ഈ ലോക ജീവിതം തന്നെ നൈമിഷികമാണ്, ഇവിടെ ചെറിയൊരു റിഹേഴ്സൽ മാത്രമാണ്, ഒറിജിനൽ നടക്കാനുള്ളതേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുന്ന കൊരിന്ത്യ ലേഖനത്തിൽ പറയുമ്പോൾ അതിൻ്റെ 17-ാം അധ്യായം എത്തുമ്പോൾ ആ വാക്യം ഇങ്ങനെ പറയുക: നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൽ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഈ നൊടി നേരം എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ഒരു ജസ്റ്റ് കണ്ണി മേക്കുന്ന ടൈം, അല്ലെങ്കിൽ 1 സെക്കൻഡ് എന്ന് പറയുന്ന ആ ടൈം, ആ ടൈമിനുള്ളിൽ തീരുമെന്നാ പറയുന്നത് നൊടി നേരത്തേക്കുള്ള ഈ സങ്കടം. അപ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പം ഈ കഷ്ടതയും ഈ പ്രയാസവും ഈ വേദനയും ഈ സങ്കടവും ഒക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ആഞ്ഞടിച്ച് അത് നമ്മളെ കൊണ്ട് വഹിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ഇതിനൊരു അറുതിയില്ലേ, ഇത് മുന്നോട്ട് എങ്ങനെ പോകും, ഇത് മുന്നോട്ട് കടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് തമ്പുരാന്റെ ഒരു ഇൻഫർമേഷൻ ദൈവവചനമായിട്ട് ഹൃദയത്തിൽ ഇത് നൊടി നേരത്തേക്കുള്ളൂ, ഇതൊരു സെക്കൻഡ് നേരത്തേക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് മാറിയാൽ ഇത് അനവധി തേജസ്സിലൊരു ഘനമായിട്ട് മാറും. ഇങ്ങനെ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടുണ്ടാകും. എന്നാലും ആ ഉദാഹരണം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കലേ ഒരു ചെറുക്കനെ ഒരു വലിയൊരാള്, അദ്ദേഹത്തിന്റെ ഒരു വലിയൊരാൾ, ഒരു ബോസ് ആയിട്ടിരിക്കുന്ന ഒരാള് ആ US നിന്ന് വന്നിട്ട് ഒരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു: നീ ഒരു കാര്യം ചെയ്യണം, ഈ കവറ് അർജന്റായിട്ട് നീ എറണാകുളത്ത് കൊണ്ട് എയർപോർട്ടിൽ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇത് അത്യാവശ്യമായിട്ട് ന്യൂയോർക്കിന് ഫ്ലൈ ചെയ്യാനുള്ള ഫ്ലൈറ്റിനകത്ത് ഒരാളുടെ കൈവശം കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പയ്യൻ പോയ സമയത്ത്, ഒരു കഥയായിട്ട് വിചാരിച്ചാൽ മതി, പയ്യൻ പോയ സമയത്ത് അന്ന് അപ്രഖ്യാപിതമായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഒരു ബന്ധു പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ ഈ പയ്യൻ ഈ കവറുമായിട്ട് പോയി അത് ഇടയ്ക്ക് വിളിച്ചു ചോദിച്ചു: ഞാനിത് കൊണ്ട് കൊടുക്കണോ? കാരണം എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ബന്ധാണ്, ഹർത്താലാണ്, അപ്പൊ വാഹനമൊന്നുമില്ല. ഇദ്ദേഹം പറഞ്ഞു കൊണ്ട് കൊടുത്തേ പറ്റൂ. അപ്പൊ വന്ന വഴിക്ക് ഒരു ദൂരം എത്തി. അവിടെ നിന്ന് പറഞ്ഞു ഇനി വാഹനമില്ല, ഇനി നടന്നു പോകണം. അപ്പൊ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ കുറച്ചു ദൂരം പറഞ്ഞു ഇന്ന സ്ഥലത്ത്, അവിടെ നിന്ന് കുറെ ദൂരം എത്തിക്കഴിഞ്ഞാൽ അവിടെ പോയാൽ പിന്നെ ഒരു ജീപ്പ് കിട്ടും, അത് പിടിച്ചൊക്കെ നിൽക്കണം, അവിടെ വരെ പോകണം. പക്ഷെ അവിടെ പോകാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ടൊക്കെ കിടന്ന് ഈ പയ്യൻ പതിയെ വരുമ്പം അവിടെ പോസ്റ്റിൽ കുഴിച്ചിട്ടിരുന്ന കുഴിയിലോ മാനുഹോൾ മാറ്റിയിരുന്ന കുഴിയിലോ ഒക്കെ വീണ് 2 കാല് മുട്ടൊക്കെ പൊട്ടി. അവിടുന്ന് കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ പറിച്ച് ഇങ്ങനെ തൂത്ത് അവനിങ്ങനെ ചോദിക്കുക: യോ, ഏത് നേരത്താ എൻ്റെ കാല് പൊട്ടി, കയ്യും പൊട്ടി, ബസ്സും ഇല്ല, ഞങ്ങൾക്ക് നടന്നെൻ്റെ കാല് വീർത്തു, നീരും വെച്ചു, ഇനി എങ്ങനെയാ പോകുന്നേ? അങ്ങനെ എത്തി ഒരു സ്ഥലത്തെത്തി, ഒരു കാലൊക്കെ പൊട്ടി ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് മുട്ടൊക്കെ പൊട്ടിച്ചെത്തിയപ്പോ ഒരു ജീപ്പേ കിട്ടി. ഒരു ജീപ്പേ കയറി. ആ ജീപ്പയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോവുകയാണ്. ജീപ്പിന്റെ ഇരിക്കാൻ സ്ഥലമില്ല, ജീപ്പിൽ എവിടെയോ തൂങ്ങി നിൽക്കാനേ സ്ഥലമുള്ളൂ. കയ്യും വേദനപ്പെട്ട് കാലും വേദനപ്പെട്ട് ജീപ്പേ തൂങ്ങി നിന്ന് ഒരു തരത്തിൽ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കടന്ന് പല വണ്ടികൾ മാറി കയറി പൈസ മുടക്കി ഇവനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്ന് ആ കവർ കൊണ്ട് കൊടുത്തു. കാര്യങ്ങളൊക്കെ ഒരു സന്തോഷമില്ലാതെ കൊടുക്കുന്നത്, കാരണം ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് കവർ കൊടുത്ത് ഇത് വളരെ ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി കവർ കൊടുത്ത് മടങ്ങി വരിക.
കവറ് കൊടുത്തിട്ട് മടങ്ങി ഇദ്ദേഹത്തെ, ആ ബോസിനെ, ഇദ്ദേഹം കൊടുത്തുവിട്ട ആളെ കാണാൻ വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതെന്താ കാലയിലൊക്കെ? അദ്ദേഹം പറഞ്ഞു, എന്റെ സാറേ ഒന്നും പറയണ്ട, ഇന്നലെ പോയ യാത്രയില ഹർത്താലായിരുന്നു, എന്നിട്ട് പിന്നെ സാറ് പോകാൻ പറഞ്ഞില്ലേ, ഞാൻ കുഴി വീണു, കാലിന്റെ മുട്ടി രണ്ടും പൊട്ടി, കൈ പൊട്ടി, പിന്നെ യാത്ര കൈയൊക്കെ നീര് വെച്ചിരിക്കുക, ഭയങ്കര വെത്തപ്പാടോടെയാ പറഞ്ഞേ, ഭയങ്കര ബുദ്ധിമുട്ടോടെയാ പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞു, സാറേ കുറെ പൈസയൊക്കെ ചെലവായി, മേടിച്ച പൈസയും കാര്യങ്ങളും ഒക്കെ അതെല്ലാം കൊടുത്തു, അതെല്ലാം മേടിച്ചു. എല്ലാം മേടിച്ചാലും പറഞ്ഞു എന്നാലും ഒരു തൃപ്തിയില്ല, ഇത്രയും കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ തൃപ്തിയില്ലാതെ പോയേ. അങ്ങനെ പോയി കഴിയുമ്പോൾ ആ പോയ മനുഷ്യൻ, ഈ ബുദ്ധിമുട്ടായി മനുഷ്യൻ, ഇദ്ദേഹം പോയ വഴിക്ക് പറഞ്ഞു, ഇനിയൊരു കാര്യം ഏൽപ്പിച്ചാൽ ഞാൻ പോകത്തില്ല, ഇതുപോലെ ബന്ധപ്പെട്ടൊരു യാത്ര ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. ഇതാണ് ബന്ധപ്പാട്, ഇതാണ് കഷ്ടത, ഇതാണ് സങ്കടം എന്ന് പറയാം. ഇതേ സംഭവം ഒന്ന് തിരിച്ചു പറയട്ടെ, അതേ സംഭവം ഒന്ന് തിരിച്ചു പറയാം. ഈ ബോസ്, ആ സാറായ മനുഷ്യൻ, ആ സാറ് ഇദ്ദേഹത്തിന് കവർ കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഇത് നിന്റെ വിസ സ്റ്റാമ്പ്, നിന്റെ വിസയാണ്, നീ അടുത്ത 2 മാസം കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോൾ നീ ന്യൂയോർക്കിൽ ചെല്ലും, അവിടെ നാസയിൽ വലിയ പട്ടണത്തിനകത്ത് വലിയൊരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനായിട്ട് നിനക്ക് ജോലി കിട്ടാനുള്ള നല്ല സാലറിക്ക്, 3 ലക്ഷം രൂപ സാലറിക്ക്, അവിടുത്തെ ഡോളർ കണക്കനുസരിച്ച് ജോലി കിട്ടാനുള്ള ഒരു ഭയങ്കര സംവിധാനം, അതിന്റെ വിസയാണ് ഈ വിസ. പക്ഷേ അർജന്റായിട്ടൊരു കാര്യമുണ്ട്, ഇത് അടുത്ത ദിവസം തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊടുത്ത് US Embassy കൊണ്ട് സ്റ്റാമ്പ് ചെയ്യിച്ചാൽ മാത്രമേ പറ്റൂ. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെ പോകുന്നയാളുടെ കൃത്യമായിട്ട് കൊടുത്തേക്കണം, നിനക്ക് വേണ്ടിയുള്ള വിസയാ. ഇവൻ ഈ വിസയുമായിട്ട് പോയപ്പോൾ തന്നെ 100 നന്ദി ആ സാറിനോട് പറഞ്ഞു. സാറേ ഒത്തിരി താങ്ക്സ് ഉണ്ട്, എനിക്ക് വിസ തന്നേന്, സാറിന് എങ്ങനെ മനസ്സ് തോന്നിയല്ലോ, നന്ദി പറഞ്ഞു. എന്നിട്ട് പഴയ പോലെ പോയ വഴിക്ക് ഹർത്താലായപ്പോൾ ഇവൻ ഫോൺ ചെയ്ത് ചോദിച്ചില്ല, പോണോ വേണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. അവര് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ, ഇത് നീ കൊണ്ട് കൊടുത്താലേ അടുത്ത നിന്റെ സാധ്യതയുള്ളൂ, 3 മാസം കഴിയുമ്പോൾ നിനക്ക് ന്യൂയോർക്ക് ജോലി കിട്ടണം. അവന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. അവൻ കുഴി വീണു, മുട്ടുപൊട്ടി, ചോര ഒഴുകി, പഴയ പോലെ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ പറിച്ചിങ്ങനെ തൂത്തോണ്ടിരിക്കുക. അത് നോക്കുമ്പം അവന് ചോര ഒഴുകി, ആ വേദന സഹിച്ചോണ്ട്, മുമ്പത്തെ പോലെ അല്ല പറയുന്നത്. ഇപ്പൊ അവൻ പറഞ്ഞു, ഞാൻ 2 മാസം കഴിഞ്ഞ് ന്യൂയോർക്കിൽ ചെന്ന് ജോലി ചെയ്യുന്ന ആ കാര്യമോർത്താൽ ഈ ചെറിയ ചോര സാരമില്ല, നൊടി നേരത്തേക്കുള്ള ഈ ലഘു സങ്കട സാരമില്ല, ഈ കഷ്ടത സാരമില്ല. അവർ ഓടി, അത് ഒന്നും വകവെക്കാതെ ഓടി, ജീപ്പേ കയറി കൈ പിടിച്ചു, അവിടെ വന്ന് കൈ പിടിച്ച് അവിടുന്ന് വീണ്ടും ഓടുമ്പോഴും ആ വേദനയും കഷ്ടതയും ഒന്നും ഒരു ബാധിക്കുന്നേ ഇല്ല. അവിടുന്ന് ഓടുന്നു, അവിടുന്ന് ബുദ്ധിമുട്ടുന്നു, നീര് വെച്ചിരിക്കുക. കവർ കൊണ്ടൊക്കെ ഏതായാലും ബന്ധപ്പെട്ട് കൃത്യസമയത്ത് കവറും കൊടുത്തിട്ട് ഇന്നലത്തെ പോലെ മടങ്ങി വന്ന് സാറിനോട് വന്ന് പറഞ്ഞു, സാറേ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പൊ മോനെ, നിനക്ക് വണ്ടിക്കൂലി ആയില്ലേ? ഇവൻ പറയും, വണ്ടിക്കൂലി വേണ്ട. അവൻ ചോദിക്കും, കുഞ്ഞെ നിന്റെ കയ്യിൽ എന്ത് പറ്റിയതാ, കാലിലൊക്കെ ചോരയുണ്ടല്ലോ? ഓ, അത് സാരമില്ല സാറേ, ഇന്നലെ പോയ വഴിക്ക് ചെറുതായിട്ടൊന്ന് വീണതാ. അപ്പൊ ഇവിടെ വ്യത്യാസം എന്താണെന്നറിയാമോ, രണ്ടാമത്തെ കവറിനകത്ത് ഇവൻ അറിയാം, ഇവന്റെ ഭാവിക്ക് വേണ്ടി 2 മാസം 3 മാസം കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ ചെന്ന് AC റൂമിനകത്തിരുന്ന് 3 ലക്ഷം രൂപ സാലറിക്കുള്ള ജോലി ചെയ്യുന്നതോർത്താൽ ഇവിടെ വീണത് സാരമില്ല, ഇവിടുത്തെ വേദന സാരമില്ല, അവന്റെ കൈ പൊട്ടിയത് സാരമില്ല, നീര് വെച്ചത് സാരമില്ല. സത്യത്തിൽ ദൈവവൈതലേ, ഇതാണ് നിന്റെ ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്. ഇത് നിന്റെ ഭാവിക്ക് വേണ്ടിയുള്ളത്, ഈ കവറിനകത്തിരിക്കുന്ന നിന്റെ ഭാവിക്ക് വേണ്ടിയുള്ളതാ. നിന്റെ അനവധി തേജസ്സിലെ നിത്യ കനമോർത്താൽ ഇവിടുത്തെ ഈ സങ്കടവും, ഇവിടുത്തെ ഈ കഷ്ടതയും, ഇവിടുത്തെ വേദനയും സാരമില്ല. അത് നൊടി നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വേദന സാരമില്ല കുഞ്ഞെ, ഇവിടുത്തെ കഷ്ടത സാരമില്ല. കാരണം ദൈവം നിത്യ തേജസ്സിന്റെ കനത്തിലായിട്ട് നിന്നെ നിത്യ യുഗങ്ങൾ വാണ് തന്നോട് കൂടിയിരിക്കുവാൻ, താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്തുവാൻ കർത്താവ് പാർപ്പിടമുണ്ടാക്കി, ഭവനമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. ഇതോർത്താൽ നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അത് സാരമില്ല. ഇവിടെ കാണുന്നതെല്ലാം താൽക്കാലികമാ. ഈ ലോകം താൽക്കാലിക, ആകാശവും ഭൂമിയും മാറിപ്പോയി, ഇത് താൽക്കാലിക. കാണാത്ത നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇന്നൊരു ഹൃദയത്തിൽ പ്രത്യാശ വെച്ച് നിത്യതയ്ക്കായി നമ്മളെ ഒരുക്കുന്നു കർത്താവ്. നിത്യതയ്ക്കായി നമ്മളെ ഒരുക്കുന്നു. അത് ഹൃദയത്തിൽ നിറഞ്ഞ് നിത്യതയ്ക്കായി കർത്താവ് നമ്മളെ ഒരുക്കുന്നു. ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞ് ഈ നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം സാരമില്ല, അനവധി തേജസ്സിൽ നിത്യഗാനം കർത്താവ് നമുക്കായിട്ട് തരുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് എല്ലാ കടകളും വേണ്ടിയിട്ട് ഒരു നിമിഷം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ ആത്മാവിനാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ആത്മാവ് ഇത് ഉറപ്പിക്കുന്നു, ഈ കഷ്ടത, ഈ രോഗം, ഈ വേദന ഇത് സാരമില്ല. നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി നിത്യ തേജസ്സിൽ ഘനമായി തീരുവാൻ, അത് പ്രതിഫലമായി തീരുവാൻ, കിരീടങ്ങളായി തീരുവാൻ, അതേ കർത്താവ് പണിയുന്ന ഭവനങ്ങളായി തീരുവാൻ, പാർപ്പിടമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ജനത്തെ ഇടയാക്കുന്നതിനായി സ്തോത്രം. ആ
പ്രത്യാശയിൽ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം. കാണാത്തത് നിത്യമായത് ദൈവജനത്തിന് വേണ്ടി കരുതിയിരിക്കാൻ, ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി കരുതിയിരിക്കാൻ നന്ദി പറയുന്നു. സഭയിലുള്ള വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനവത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. നാളെ വീണ്ടും കാണാം. തമ്മിൽ കാണും വരെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. താങ്ക് യു സോ മച്ച്.